Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Prayer started over. Good afternoon, ma'am. Prayer. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We will walk hand in hand. We will walk hand in hand. We will walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace. We shall live in peace. We shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. We are not afraid. We are not afraid. We are not afraid today. Oh, deep in my heart, I do believe we shall overcome someday. Thank you. Sign in. ഗുഡ് ആഫ്റ്റർനൂൺ മിസ്. ആരാ സൈൻ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. ആരും പറയാത്തോണ്ട് ഞാൻ പറയണോ നോക്കിയതാ. ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നിരിക്കുന്ന മിൽഡ്രോസ് മിസ്സിന് മോണ്ടിസോറി ക്ലാസ്സിലേക്കും കുട്ടികൾക്കും ഇതിലോട്ട് സ്വാഗതം ചെയ്യുന്നു. പെട്ടെന്ന് കയറി പറയണോണ്ട മിസ്. ഓക്കെ, അങ്ങനെ ഒരു ധൈര്യം മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ. കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് തോട്ട്സ്. തൊട്ട് ഞാൻ പറയട്ടെ മാം, ആരാന്നറിയില്ല. When you focus on what you want, everything else falls away. ആരെങ്കിലും ഉണ്ടോ? ഓക്കെ മാം. നെക്സ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പാർട്ട് 2 യൂണിറ്റ് 10. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഇപ്പൊ 77. ഓക്കെ, അപ്പോ എന്താണ് ചാപ്റ്ററിന്റെ പേരാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. എന്തായിരിക്കാം ഇൻഡിവിജ്വൽ ഡിഫറൻസ്? ഒന്ന് വായിച്ചു നോക്കിയേ, ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. വ്യക്തിഗത വ്യത്യാസം, അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ മീനിങ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി ഇൻട്രൊഡക്ഷൻ എന്താണെന്ന്.
വായിച്ചോ, എന്താ മനസ്സിലായ? യെസ് മാം. ഇൻഡിവിജ്വൽ ഹ്യൂമൻ ബീങ്സ് കുറേ ആസ്പെക്ട്സിൽ സിമിലർ ആണെങ്കിലും എക്സാക്ട്ലി സിമിലർ അല്ല. അവർ പല കാര്യങ്ങളിലും ഓരോരുത്തരും അവരുടേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഇൻ്റലിജൻസ്, ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ ഇൻട്രസ്റ്റ്, ആറ്റിറ്റ്യൂഡ്, അതർ പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എല്ലാം ഓരോ ഇൻഡിവിജ്വലും പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. യെസ് മാം. ട്വിൻസിനെയൊക്കെ നമുക്ക് എടുത്തു നോക്കിയാൽ പെട്ടെന്ന് കാണുമ്പോ എന്താണ്, പെട്ടെന്ന് അവര് സെയിം ആണ്, അല്ലെങ്കിൽ നമുക്കൊരു ആരാണ് അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലേ, ഇല്ലേ? ട്വിൻസിനെയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ എന്താണ് അവരിലും വ്യത്യാസങ്ങൾ, ഡിഫറൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ട്വിൻസ് ഒക്കെ ആരെങ്കിലും ഉണ്ടോ വീട്ടിലൊക്കെ? ജിൻസ് ആണ് മാം. ട്വിൻസ് ആണ്. ഒരു ബോയ്യും ഗേളും ആണ്. പക്ഷെ രണ്ടുപേരും കാണാൻ രണ്ടു തരത്തിലായിരിക്കുന്നത്, ഒരേപോലെ അല്ല. ഒരുപോലെ അല്ല. ഫേസ് രണ്ടുപേരും തരത്തിലുള്ളതാ. എന്താണ്, ക്ലിയർ ആയില്ല? ഫേസ് രണ്ടുപേരും രണ്ട് ടൈപ്പാ. രണ്ട് ടൈപ്പാണ്. ഒരേപോലെ ഞാൻ ട്വിൻസാന്നൊക്കെ ഓർത്തപ്പോ ഒരേപോലെ ഇരിക്കുന്നൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിരുന്നതാ. പക്ഷെ രണ്ടുപേരും രണ്ട് ടൈപ്പായി പോയി. ഓക്കെ. സ്വഭാവത്തിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ? സ്വഭാവം ഏകദേശം ഒരേപോലെയാണ്. ചില കാര്യം ഉറങ്ങണതും എണീക്കണതൊക്കെ ഒരേപോലെയാണ്. ഒരേപോലെ ഉറങ്ങും, ഒരേപോലെ അങ്ങനെയൊക്കെ സെയിമാ. പക്ഷെ തല്ലുപിടുത്തത്തിന്റെ കാര്യത്തിൽ രണ്ടുപേരും രണ്ട് ടൈപ്പാ. രണ്ട് ടൈപ്പാണ്. ആ. ഡിഫറൻസ് ഉണ്ടോ? വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ഏകദേശം സ്വഭാവം, ഹോബീസ് ഒക്കെ ഒരേപോലെ തന്നെയാ. രണ്ടുപേരും നല്ലോണം പടം വരയ്ക്കും, പാട്ട് പാടും, ഡാൻസ് കളിക്കും. അങ്ങനെ ഹോബീസ് ഒക്കെ ഒരേപോലെ തന്നെയാ രണ്ടുപേരുടെ. എത്രയിലാ പഠിക്കുന്നത്? ഇപ്പൊ UKG-യില്. UKG-യിലായിട്ടുള്ളൂ. അവര് മാസം തികയാണ്ട് പ്രസവിച്ചതാ, 7ാം മാസത്തില്. നോർമൽ ആയിരുന്നോ? നോർമൽ ഡെലിവറി ആയിരുന്നു. പക്ഷെ അവര് വെയിറ്റ് തീരെ കുറവായിരുന്നു. 1 കിലോ ഉണ്ടായുള്ളൂ. പിന്നെ 1.5 മാസത്തോളം ഹോസ്പിറ്റലിൽ വെച്ച് NICU-ല് വെച്ചിട്ടൊക്കെയാണ്. പിന്നെ ഞങ്ങൾ 2 മാസമൊക്കെ കഴിഞ്ഞിട്ടാ പോകുന്നത് ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പൊ നമ്മൾ പഠിച്ചു അല്ലേ, പറഞ്ഞു അല്ലേ ഇവിടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ കിങ്സിനെ നമ്മളിപ്പോ ജസ്റ്റ് ഇപ്പോ രവതി പറഞ്ഞത് ഡിഫറൻസ് ഉണ്ടെന്നാണ്. പക്ഷെ ചിലവരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഒരുപോലെ നോക്കാൻ പറ്റും അല്ലെ? രവതി ഒന്ന് മ്യൂട്ടാക്കോ? ഓക്കെ. ചിലവര് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കൊന്നും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആരാണ് നമുക്ക് വ്യത്യസ്ത രീതിയിൽ കാണാനായിട്ട് പറ്റില്ല അല്ലെ? അതുപോലെ തന്നെ അവരുടെ ഇൻട്രസ്റ്റില്, ആറ്റിറ്റ്യൂഡിലൊക്കെ ഡിഫറൻസ് ഉണ്ടാകുന്നതാണ് പറയുന്നത്. അതുപോലെ നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഡിഫറൻസ് ഉണ്ടാകില്ല, എന്നാലും എന്താണ് അഭിരുചിയിലായാലും ഇൻട്രസ്റ്റിലായാലും അവർ പെർഫോം ചെയ്യുന്ന രീതിയിലായാലും പേഴ്സണാലിറ്റി ട്രൈറ്റ്സിലായാലും ഒക്കെ സ്റ്റാരിറ്റീസ് വ്യത്യാസങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതിനെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് തീവ്രത വ്യത്യാസങ്ങള്. നേച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. One വായിച്ചു നോക്കിയേ. The nature of individual difference can be referred as follows. First one എന്താണ്? Individual difference are one of degree, not one of kind. വായിച്ചു നോക്കിയേ.
വെച്ച് കഴിഞ്ഞാൽ തമ്പിടാട്ടോ. മിസ്സേ രണ്ടാമത്തെ പോയിന്റ് വായിക്കാനാണോ? ഫസ്റ്റ് പോയിന്റ്, individual difference are one of degree, not one of kinds. ഫുള്ള് വായിക്കാം. A, B, പോയിന്റ്സ് വായിച്ചു വയ്ക്കാം. കഴിഞ്ഞോ? എന്തെങ്കിലും മനസ്സിലായോ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റോ? മനസ്സിലായതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റോ? മനസ്സിലായില്ല? വൺ ഓഫ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഡിഗ്രി വ്യത്യാസം. ഓക്കെ, മനസ്സിലായില്ല? ട്രേഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, ഇതിൽ പറയുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആർ വൺ ഓഫ് ഡിഗ്രി, നോട്ട് വൺ ഓഫ് കൈൻഡ്സ്. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ സ്വഭാവങ്ങള്, അതുപോലെ തന്നെ കഴിവുകൾ, അല്ലെ, നമ്മുടെ സ്വഭാവങ്ങളുണ്ട്, അതുപോലെ തന്നെ പല കഴിവുകളുണ്ട്. അത് ഏകദേശം ചിലപ്പോ ഒരുപോലെ ആയിരിക്കും, പക്ഷെ തരത്തില് വ്യത്യാസം ഉണ്ടാകും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, നമ്മുടെ സ്വഭാവങ്ങളായാലും കഴിവുകളായാലും നമുക്ക് ഒരുപോലെ ആയിരിക്കും, കാണുമ്പോൾ ഒരുപോലെ ആയിരിക്കും, തരത്തില് വ്യത്യാസം ഉണ്ടാകും. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് എല്ലാവർക്കും പാട്ട് പാടാൻ കഴിവുള്ളവരാണല്ലേ. ബാത്റൂമിൽ പോലും മൂളിപ്പാട്ട് പാടാത്ത ആരും ഉണ്ടാവില്ല. ഇല്ല, മഞ്ജുപാട്ട് പാടാറില്ലേ? ബാത്റൂമിൽ പോലും മൂളിപ്പാട്ട് പാടാത്ത ആരില്ല. പാടും, പക്ഷെ പാടുന്നത് ശരിയാവത്തില്ല. ആ, ഓക്കെ, കറക്റ്റ് ആവണമെന്നില്ല. നമ്മളാരും പാട്ട് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് കറക്റ്റ് ആവണമെന്നൊന്നുമില്ല, അല്ലെ? ജസ്റ്റ് ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആൾക്കാരുണ്ടോ നമ്മുടെ ക്ലാസ്സില്? ഇല്ല. ആരായാലും ജസ്റ്റ് ഒന്ന് പാടിപ്പോലും, എന്തെങ്കിലും ചെയ്താലും. പാട്ട് പാടില്ല റീന? ജസ്റ്റ് ഒരു മൂളിപ്പാട്ട് പോലും പാടാത്തത്? ആ, അതാണ് ഞാൻ ചോദിച്ചത്, അത് വേറെ ഒന്നുമല്ല. ഓക്കെ ഓക്കെ, ഇപ്പൊ നമുക്ക് ചിത്ര, കേസ് ചിത്ര, അല്ലെ? ആരാ കേസ് ചിത്ര? വാനമ്പാടി. വാനമ്പാടി. ആ, ഓക്കെ. അതുപോലെ തന്നെ സുജാതനെ എടുക്കാം. അവരെന്താണ്, ഏകദേശം പാട്ട് പാടുന്നവരാണ്, അല്ലെ? നല്ല രീതിയിൽ പാട്ട് പാടുന്ന സിംഗേഴ്സ് ആണ്. പക്ഷെ അവര് പാട്ട് പാടുമ്പോഴും അവര് നമുക്ക് എന്താണ്, അവരിലും ഡിഫറൻസ് ഉണ്ട്, അല്ലെ? തരത്തില് ഡിഫറൻസ് ഉണ്ട്. ചിത്രയുടെ പാട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ സുജാതയുടെ പാട്ട് കണ്ടാലും വ്യത്യസ്തങ്ങളാണ്, അല്ലെ? വ്യത്യസ്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് സൗണ്ടുകൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇവിടെ? സ്വഭാവങ്ങളും കഴിവുകളും ഒരുപോലെ ആയിരിക്കും, ഏകദേശം ഒരുപോലെ ആയിരിക്കും, പക്ഷെ എന്താണ്, തരത്തില് വ്യത്യസ്തരായിരിക്കും, വ്യത്യാസമുണ്ടാവും. മനസ്സിലായോ? ഓക്കെ, ഇനി അതിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ട്രേഡ്സ്. നോർമൽ പ്രോബബിലിറ്റി കർവിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് അറിയോ നോർമൽ പ്രോബബിലിറ്റി കർവ്? അത് മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. നോർമൽ പ്രോബബിലിറ്റി കർവ് ഒന്ന് ജസ്റ്റ് ഒന്ന് അവിടെ എഴുതി വെക്കേ, എഴുതി വെച്ചോട്ടോ. ഞാൻ പറയാം, ഡെഫിനിഷൻ പോലെ പറഞ്ഞുതരാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് നോർമൽ പ്രോബബിലിറ്റി കർവ്. ഹെഡിങ് കൊടുക്കാം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബെൽ കർവ്. BELL.
bell curve or symmetric curve. S Y M M E T R I T, symmetric curve that represent the probability distribution. Okay, അപ്പൊ എന്താണ് ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി വായിക്കാം. Is also known as bell curve or symmetric curve that represent the probability distribution. Individual difference അളക്കുന്നതിനുള്ള മെഷർമെന്റിനെയാണ് നമ്മള് ഈ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഓക്കെ, നെറ്റിലൊക്കെ ഒന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ കാണാൻ പറ്റുന്ന ഇമേജ്, ആ കർവിന്റെ ഷേപ്പ്. ഓക്കെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് അളക്കുന്നതിനുള്ള മെഷർമെന്റിനെയാണ് നമ്മൾ നോർമൽ പ്രോബബിലിറ്റി കർവ് എന്ന് പറയുന്നത്. അത്ര മാത്രം ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കാം കേട്ടോ, മനസ്സിലാക്കി വെക്കാം. ഇനി നെക്സ്റ്റ് ബി പോയിന്റ് എന്താ? There exist both inter individual and intra individual difference. എന്തായിരിക്കാം ഇന്റർ ഇൻഡിവിജ്വൽ ആൻഡ് ഇൻട്രാ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാല്? Inter means between, intra means within the individual. ഓക്കെ, ഇന്റർ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിവുള്ളവരായിരിക്കും, ഇല്ലേ? മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ട് കഴിവുള്ളവരാണ്. ഇപ്പോ എന്താണ് ടീച്ചേഴ്സ്, അതുപോലെ തന്നെ കൗൺസിലിംഗ് നടത്തുന്നവര്, അതൊക്കെ എന്താണ് മറ്റുള്ളവരെ മനസ്സിലാക്കാനായിട്ടും അതുപോലെ തന്നെ ആ ഡിഫറൻസ് മനസ്സിലാക്കി പെരുമാറാനായിട്ട് കഴിവുള്ളവര്. ഇപ്പൊ ടീച്ചേഴ്സിനെ എടുക്കാം, എന്താണ് അവരുടെ ക്ലാസ്സിൽ പല പല എന്താണ് ഇൻഡിവിജ്വൽസ്, പല പല ഇന്റലിജൻസ് ഉള്ള കുട്ടികളായിരിക്കും അല്ലെ. ചിലപ്പോ ഒരാൾക്ക് കുറച്ച് നേരെ ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം മനസ്സിലാക്കി എടുക്കാനായിട്ട് എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത്. ചിലവർക്ക് എന്താണ് പെട്ടെന്ന് തന്നെ അത് ക്യാച്ച് ചെയ്യാൻ പറ്റും, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള പല ഡിഫറൻസ്, പല കഴിവുകളുമുള്ള കുഞ്ഞുങ്ങളായിരിക്കാം ഒരു ടീച്ചറിന്റെ ക്ലാസ്സിലുള്ളത്. അപ്പോ ഓരോരുത്തരെയും മനസ്സിലാക്കി ഇവൻ എത്ര മനസ്സിലാവും, അവന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ക്യാച്ചോ, അങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കി അവർക്ക് നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കാനായിട്ടുള്ള രീതിയിലുള്ള കഴിവുള്ളവരായിരിക്കണം ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. വ്യക്തിഗത ഡിഫറൻസിനെ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കാൻ കഴിവുള്ളവരായിരിക്കണം, ഇല്ലേ? നിങ്ങൾ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ ഒരു സ്കൂളിൽ പോയി വർക്ക് ചെയ്യുമ്പോഴും എങ്ങനെയായിരിക്കണം, അല്ലെ? എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കില്ല, അതിന്റെ ഇന്റലിജൻസ് ആയാലും കഴിവുകളായാലും എല്ലാ കാര്യങ്ങളിലും. അപ്പോ വ്യക്തിഗത വ്യത്യാസങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ പഠിപ്പിക്കാനായിട്ട് തയ്യാറാകണം. അതുപോലെയാണ് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ ആയിട്ടുള്ള കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് ആണ് ഇൻട്രാ ഡിഫറൻസ്. സ്ട്രേറ്റിന്റെ മീനിങ് എന്താ മാം? സ്ട്രേറ്റിന്റെ മീനിങ് പറഞ്ഞു കൊടുത്തേ. സ്ട്രേറ്റ്സ് നിങ്ങൾക്ക് പുതിയത് കണ്ടുപിടിക്കാണ്ടോ? എന്താണ് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, ടീച്ചേഴ്സ് ആണ് എനിക്കൊക്കെ കണ്ടുപിടിക്കും. സ്വഭാവ ഗുണങ്ങള്. ഓക്കെ, ഇനി എന്താ ഇൻട്രാ ഡിഫറൻസ്? ഇൻട്രാ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്താണ് ഉള്ളിലുള്ള, ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള വ്യക്തിഗത വ്യത്യാസങ്ങൾ. ചിലവരെന്താണ് നമ്മൾ കാണുമ്പോൾ ഒരു ഉൾവലിഞ്ഞ പ്രകൃതമായിരിക്കും, ഇല്ലേ? ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ഇല്ലേ? ഉൾവലിഞ്ഞ പ്രകൃതം എന്താണ്, സപ്പോർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല, എപ്പോഴും തനിച്ചിരിക്കാനായിരിക്കും ഇഷ്ടം. അങ്ങനെയുള്ള ആളുകളെയാണ് ഇൻട്രാ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രാ കാറ്റഗറിയിൽ പെടുന്നത്. തോട്ട്സ്, ഫീലിങ്സ്, അവരുടെ പെർഫോമൻസ്, അതിലൊക്കെ എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്, ഡിഫറൻസുകൾ ഉണ്ടാകുന്നത്. അപ്പോ ഇൻട്രാ മനസ്സിലായി, ഇന്റർ മനസ്സിലായി, മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് വായിച്ചു നോക്കി. എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കി. നെക്സ്റ്റ് സെക്കൻഡ് ആണോ മാം വായിക്കേണ്ടത്? സെക്കൻഡ്. Education significance of individual difference.
അയച്ചോ? എന്താ മനസ്സിലായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? Yes, ma'am. കുട്ടികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നോളേജിനെ കുറിച്ചുള്ളൊരു അറിവ് ടീച്ചർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ കുട്ടികളെ അപ്രിഷ്യേറ്റ് ചെയ്യാനും മനസ്സിലാക്കാനും ടീച്ചർക്ക് കഴിയണം. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കുട്ടികളുടെയും ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരുടെ കഴിവനുസരിച്ച് അവർക്കുള്ള പഴയ അറിവിന് എക്സ്പീരിയൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അവരുടെ മുന്നറിവിനെ കുറിച്ചൊക്കെ ഉള്ള ധാരണ കുട്ടികളെ കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ ടീച്ചറെ ഹെൽപ്പ് ചെയ്യും. ഡെമോക്രാറ്റിക് അപ്രോച്ച്, അതായത് എല്ലാവരും ഒരുപോലെ കണ്ട് പഠിപ്പിക്കുന്നത് നമ്മൾക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി കുട്ടികൾക്ക് പഠിക്കാൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഈക്വൽ എഡ്യൂക്കേഷൻ അവസരം എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും ഒരേപോലത്തെ എഡ്യൂക്കേഷൻ എന്നുള്ളതല്ല. എല്ലാവർക്കും ബെസ്റ്റ് എഡ്യൂക്കേഷൻ ഓരോ ഇൻഡിവിജ്വൽ എന്താണോ വേണ്ടത് അത് കൊടുത്തിട്ട് അവരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ ഒന്നും മനസ്സിലായില്ല, അത് മനസ്സിലായില്ല. പെഡോസെൻട്രിക് ഓക്കെ, വേറെ ആരെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യോ? മഞ്ജു, രാകേഷ്. എല്ലാ കുട്ടികളെയും ഒരുപോലെ മനസ്സിലാക്കാനും ടീച്ചറിന് കഴിയണം. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡെമോക്രാറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത് മാം ഒരു ജനാധിപത്യ രാജ്യം എന്ന് പറഞ്ഞ പോലെ ആണോ ഉദ്ദേശിക്കുന്നത്? പറഞ്ഞോളൂ, മനസ്സിലായി പറഞ്ഞോളൂ. എനിക്കൊക്കെ മനസ്സിലാവും. മനസ്സിലായിട്ടില്ല. വേറെ ആർക്കാ മനസ്സിലായേ? വിദ്യ. വിദ്യ. സെൽവരാജ്. പാർവതി. ഹലോ മിസ്സേ, ശരിയാണോ ഒന്നും എനിക്കറിയില്ല, എനിക്ക് മനസ്സിലായെന്ന് പറയും. പാർവതി പറയുന്നത് ക്ലിയർ ആവുന്നില്ല, കേൾക്കുന്നില്ല. വോളിയം ഒന്ന് മിസ്സേ ഹലോ. പറഞ്ഞോളൂ. എനിക്ക് ശരിയാണോന്ന് അറിയത്തില്ല, മനസ്സിലായത് പറയാം. ടീച്ചർക്ക് എല്ലാ സ്റ്റുഡൻസിനും ഒരേപോലുള്ള നോളേജ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയണം. അതുപോലെ തന്നെ കുട്ടികളെ അപ്രിസിയേഷൻ ചെയ്യാനും അവരെ ഒരു പ്രോത്സാഹനം നൽകാനും കഴിയണം. പിന്നെന്തുവാ, ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. ശരിയാണോന്ന് അറിയത്തില്ല. ഓരോ കുട്ടികൾക്കും ഓരോ തരത്തിലുള്ള ഓരോ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും നോളേജിൽ. അപ്പം അതനുസരിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാനും അവർക്കുള്ള ഓരോ എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മനസ്സിലാക്കി അവരെ അവർക്കുള്ള എന്തോ പറയണ്ടത് നല്ല വശങ്ങളെയും അല്ലാത്തയൊക്കെ മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ഇത്രയൊക്കെ എനിക്കല്ലാതൊന്നും ഇതിനകത്തൊന്നും വലുതായിട്ട് മനസ്സിലാവുന്നില്ല. പിന്നെ എന്തുവാ, ചൈൽഡ് എഡ്യൂക്കേഷൻ നമ്മുടെ ഈ ഇത്ര എനിക്കറിയത്തുള്ളൂ. ഓരോ കുട്ടികളും അവര് ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അവരുടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്തൊക്കെയാന്ന് ഇപ്പൊ ഒരു ക്ലാസ്സിൽ എത്ര പിള്ളേരുണ്ടെങ്കിലും അവരെ പറ്റിയിട്ട് ടീച്ചർക്ക് മനസ്സിലാക്കാൻ പറ്റണം. ചിലവർക്ക് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവും, ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പൊ ആ ഇൻഡിവിജ്വൽ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് വേണം അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവര് നല്ലതൊക്കെ ചെയ്യുമ്പോ അവരെ അപ്രിഷ്യേറ്റ് ചെയ്യണം. പിന്നെ അവരുടെ കഴിവുകൾ എന്താന്ന് മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം.
പിന്നെ എല്ലാവർക്കും ഒരേപോലെ എഡ്യൂക്കേഷൻ എല്ലാവരും ഈക്വൽ ആയിട്ട് കണ്ടിട്ട് അവർക്ക് ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. പിന്നെ ഓരോരുത്തരുടെയും കഴിവുകൾ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം. ഇതൊക്കെ മിസ് മനസ്സിലായത്. വേറെ ആർക്കെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാ? ഇല്ല. ഓക്കെ. എഡ്യൂക്കേഷൻ സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ പറയുന്നത് എന്താണ്? വിദ്യാർത്ഥികളുടെ വ്യക്തിഗത വ്യത്യാസങ്ങളെ കുറിച്ചുള്ള അറിവ് ഒരു അധ്യാപകന് ഉണ്ടാവണം എന്നാണ്. അത് കറക്റ്റ് ആയിട്ട് അധ്യാപകൻ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ ഡിഫറൻസ്, ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവന്റെ പൊട്ടൻഷ്യാലിറ്റികൾ മനസ്സിലാക്കിയിട്ട് നമുക്കറിയാം എന്താണ്, ഇപ്പോ ഒരു കുട്ടിക്ക് ചിലപ്പോൾ പാട്ട് പാടാനായിട്ട് കഴിവുണ്ടാവും, ഒരു കുട്ടിക്ക് ഡ്രോയിങ് ചെയ്യാൻ കഴിവുണ്ടാവും, ഒരു കുട്ടിക്ക് നന്നായിട്ട് സ്പീച്ച് പറയാനായിട്ടുള്ള കഴിവുണ്ടാവും, അല്ലെ? അപ്പോഴൊക്കെ എന്താണ് ഇൻഡിവിജ്വൽ ഡിഫറൻസിൽ വരുന്നതാണല്ലേ. അപ്പൊ അവന്റെ പൊട്ടൻഷ്യാലിറ്റീസ്, അവന് എവിടെയാണോ കഴിവുകൾ ഉള്ളത്, ചില കുട്ടികൾക്ക് പഠിക്കാൻ മാത്രമായിരിക്കും കഴിവ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ള കഴിവുകൾ മനസ്സിലാക്കി അതിനുള്ള കാര്യങ്ങള് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങള് എന്താണ് ടീച്ചറുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എന്നാലാണ് ഇനി ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്താലാണ് അവന്റെ കഴിവ് വർദ്ധിക്കുകയുള്ളൂ. അവനതിൽ കൂടുതൽ നോളജ് ഉണ്ടാവും, കൂടുതൽ എക്സ്പീരിയൻസ് ആവും. അതുപോലെ തന്നെ അവരിൽ നമ്മൾ ഇങ്ങനെയുള്ള കഴിവുകൾ വളർത്തിയെടുത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഔട്ട്കം അവരിൽ നിന്ന് കിട്ടുള്ളൂ, അല്ലെ? നല്ല രീതിയിൽ ഇപ്പോ എന്തെങ്കിലും എല്ലാ പ്രോഗ്രാംസിന് പങ്കെടുപ്പിക്കുക, അവനെ മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, അല്ലെ? ഇപ്പൊ ചെറിയ രീതിയിലുള്ള കഴിവുകളുള്ള കുട്ടികളാണെങ്കിലും അവനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്താണ് കൂടുതൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ്സ് അവനിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോ ഓരോ കുട്ടികളെയും എന്താണ് വേർതിരിച്ച് കാണാതെ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും ഈക്വൽ ആയിട്ടുള്ള എഡ്യൂക്കേഷനും പ്രൊവൈഡ് ചെയ്യാം. അല്ലെങ്കിൽ നിനക്ക് എന്താണ് പാടാൻ മാത്രം കഴിവുള്ളൂ, നീ അതിന് മാത്രം പോയാൽ നീ പഠിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? ശരിയാവില്ല, അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് പറയുന്നത് പെഡോസെൻട്രിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? കുട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഇപ്പോൾ ഓരോ സ്കൂളിലും പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? ആക്ടിവിറ്റി ബേസ് ചെയ്തുകൊണ്ട് അവൻ തന്നെ ഓരോ കാര്യങ്ങളെ കണ്ടെത്തിയാണ് പഠിക്കുന്നത്, അല്ല? ആണോ? ലേണിംഗ് ബൈ ഡൂയിങ്. ഓർക്കുന്നുണ്ടോ? ശരിക്കും ക്ലിയർ ആയിരുന്നു. പെഡോസെൻട്രിക് ആണോ ക്ലിയർ ആവാത്തത്? പെഡോസെൻട്രിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കേന്ദ്രീകൃതമായിട്ടുള്ള ചിൽഡ്രൻ, ചൈൽഡ് കേന്ദ്രീകൃതമായിട്ടുള്ള, കുട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം ആണ് ഓരോ സ്കൂളിലും പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എന്താണ്, ഇപ്പൊ ഒരു ചെടി വളരുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, നമുക്ക് ഡയറി ഒക്കെ എഴുതാനുണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പഠിച്ചിരുന്ന കാലത്തൊക്കെ. ഒരു ഡയറി തരും, എന്നിട്ട് എന്ത് ചെയ്യും, വിത്ത് മുളപ്പിച്ചിട്ട് വിത്ത് എപ്പോഴാണ് അത് പൊട്ടി മണ്ണിൽ നിന്ന് വന്നത്, പിന്നെ 2 ഇല വരും, അല്ലെ? 2 ഇല ഇത് ദിവസമാണ്, അല്ലെ? അതുപോലെ തന്നെ പിന്നെയും ഇല വരുന്നു. അങ്ങനെ നമ്മള് ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഇന്ന ദിവസം ഇന്ന ഡേറ്റ് ഇട്ട് എഴുതാറുണ്ട്, അല്ലെ? അപ്പൊ എന്താണ് കുട്ടി താനെ പഠിക്കുന്ന കാര്യങ്ങളാണ്, ചെയ്തിട്ടുണ്ടല്ലേ? ഓക്കെ. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും എക്സ്പീരിയൻസിലൂടെയും. ഇപ്പൊ നമ്മൾക്ക് എന്താണ് ഈ CBSE-യിലൊക്കെ എന്താണ്, CBSE-യിലായാലും എവിടെയായാലും ആക്ടിവിറ്റി ബേസ് ചെയ്തുകൊണ്ടാണ്, ആക്ടിവിറ്റിയിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങളും. അപ്പൊ അവര് തന്നെയാണ് ചെയ്യുന്നത്, അല്ലെ? തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്താണ് പഠിക്കുന്നത്. ഇപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും എന്റെ കുട്ടിക്ക് അവരുടെ ക്ലാസ്സിലെ ടീച്ചേഴ്സ് ലെറ്റേഴ്സ് ആയാലും അതുപോലെ തന്നെ ആൽഫബറ്റ് ആയാലും അതുപോലെ തന്നെ മലയാള അക്ഷരങ്ങളൊക്കെ ആയാലും അത് ഫെമിലിയർ ആക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാല് പേപ്പർ, ന്യൂസ് പേപ്പർ കൊണ്ട് എന്നിട്ട് പറയും ഇതിൽ ആ അക്ഷരം എവിടെയാണ്, എവിടെയാണ്, അത് ടിക്ക് ചെയ്യുക അല്ലെങ്കിൽ സർക്കിൾ ചെയ്യാന്ന് പറയും. അപ്പൊ എന്താണ് അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവര് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്യുന്ന ഓരോ വീഡിയോസ് ഒക്കെ ഞങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചു തരാറുണ്ട്. അതുപോലെ തന്നെ എന്താ ആൽഫബറ്റ് പഠിക്കുമ്പോഴും അവര് A to Z വരെ എഴുതി കൊണ്ടുവന്നിട്ട് എവിടെയാണെന്നുള്ളത് ടിക്ക് ഇടുക അല്ലെങ്കിൽ എന്താണ് സർക്കിൾ ചെയ്യുക എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്താ കളേഴ്സ് പഠിപ്പിക്കുന്നത്, ആപ്പിള് ഒരു ബാസ്കറ്റിൽ ഉണ്ടാവും, അതുപോലെ തന്നെ ഓറഞ്ച്, ഇത് ഏത് കളറാണ്, ആപ്പിളിന് ഏത് കളറാണ് എന്നുള്ളത്, അതും ആപ്പിൾ പഠിക്കുന്നുണ്ട്, അതിന്റെ ഷേപ്പ് പഠിക്കുന്നുണ്ട്, അല്ലെ? ഓരോ കാര്യങ്ങളും കുട്ടി ഇങ്ങനെ തന്നെ പഠിക്കുകയാണ്, എക്സ്പീരിയൻസ് ചെയ്ത് അത് ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നത്. അപ്പോ എന്താണ് പെഡോസെൻട്രിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് ഇപ്പോ എന്താണ് ഫോളോ ചെയ്ത് വരുന്നത്, കുട്ടി കേന്ദ്രീകൃതമായിട്ടുള്ള എഡ്യൂക്കേഷൻസ്.
ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ക്ലിയർ ആയില്ലേ? വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഏരിയാസ് ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നായിരിക്കും കേട്ടോ. അവിടെ ഡിഫറൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഡിഫറൻസ് എന്നാക്കാം. സ്ക്രീനിൽ തെറ്റാണ്. ഡിഫറൻസ് എന്നാണ് ഡിഫറൻസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ PDF തെറ്റാണോ? ടെക്സ്റ്റ് ബുക്കില് ഡിഫൻസ് ആണ്. ഇതൊന്ന് ഡിഫറൻസ് ആക്കാം കേട്ടോ. ഡിഫറൻസ് ആക്കാം. മാം ഡിഫൻസ് ആണോ ഡിഫറൻസ് ആണോ? ഡിഫറൻസ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലേ? ഡിഫറൻസ് ആക്കാം. ആക്ച്വലി മാമിന്റെ വോയിസ് ഒത്തിരി ലേറ്റ് ആ വരുന്നത്. വീഡിയോനെക്കാളും ലേറ്റ് ആയിട്ടാ മാമിന്റെ വോയിസ് വരുന്നത്. ആണോ? ഓക്കെ ഓക്കെ. ചിലപ്പോ നെറ്റിന്റെ വല്ല പ്രശ്നമായിരിക്കാം, അറിയില്ല. കറക്റ്റ് ആയിട്ട് കേൾക്കുന്നില്ലേ? വിട്ടാണോ പോകുന്നത്? യെസ് മാം. ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിട്ട് പോകുന്നു. ചെറിയൊരു Human beings are found different from each other and among themselves in following dimensions. ഓരോ പോയിന്റ് വായിച്ചു നോക്കിയേ. ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രീറ്റ്സ്. എക്സ്പ്ലെയിൻ ചെയ്യാലോ? ഓരോരുത്തർക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. ഫുൾ പോയിന്റ്സ് വായിച്ചു നോക്കാം കേട്ടോ. D വരെ വായിച്ചു നോക്കാം. അവിടെ നമ്പർ തെറ്റിയിട്ടുണ്ട്. അതിന്റെ ABCD കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. DE ആദ്യ പേജിലെ കളർ ഓഫ് ഐ ആണോ? ഫസ്റ്റ് പോയിന്റിലെ കളർ ഓഫ് ഐ ആണോ? അല്ല അല്ല. ഓ അവർ ആണോ? എന്താണ് എന്താണ്? ക്ലിയർ ആയില്ല. ഇതാണോ ഉദ്ദേശിച്ചത്? ഫസ്റ്റ് പോയിന്റില് കളർ ഓഫ് സ്കിൻ കഴിഞ്ഞ് കളർ ഓഫ് ഐ ആണോ? കളറാണ് കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ ഇത് മാത്രം കണ്ടു. കളറാണ്. കളർ ഓഫ് സ്കിൻ, കളർ ഓഫ് ഐ. അതുപോലെ തന്നെ ഇവിടെ ഒരു തെറ്റുണ്ട് കേട്ടോ. DEF എന്നാക്കാം കേട്ടോ ലാസ്റ്റ്. ഓക്കെ, വായിച്ചോളൂ കേട്ടോ. ലാസ്റ്റ് പോയിന്റ് വരെ വായിച്ചു നോക്കാം.
മിസ് പോയിന്റ് ഇ കാണിക്കോ? പോയിന്റ് ഓക്കെ. ഞാനൊരു സംശയം ചോദിച്ചില്ല മാം. നമ്മൾ ഈ ചിലപ്പോൾ കുട്ടികളെ പല ഏജിൽ ചേർത്താറില്ലേ മാം? 4 വയസ്സിൽ ചേർത്തും, ചിലവർ 4.5 വയസ്സ്, 5 വയസ്സ്. ആ ഒരു ഡിഫറൻസ് അവരുടെ പഠിത്തത്തിനെ നല്ല രീതിക്ക് ബാധിക്കാറില്ലേ മാം? അല്ലേ? എനിക്ക് എൻ്റെ മോനെ അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. രണ്ടുപേരുണ്ട് മാം. ഇപ്പൊ രണ്ടുപേരും 4.5 വയസ്സിൽ ചേർത്തിയ ആളെ കുറച്ചും കൂടി പിക്കപ്പ് ചെയ്യാൻ ഈസിയാണ് ആൾക്ക്. 4 വയസ്സിൽ ചേർത്തിയ ആൾക്ക് നല്ല സ്ട്രഗിൾ ആണ് അതെ അതെ, പഠിച്ചെടുക്കാൻ. കഴിവുകൾ പഠിച്ചെടുക്കാൻ ഉണ്ടെങ്കിലും അവർക്ക് എത്താൻ പറ്റുന്നില്ല. അതെ അതെ. അയച്ചു കഴിഞ്ഞോ പോയിന്റ്സ്? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തേ. ഇനി പറയാത്തവര് പറഞ്ഞോളൂ കേട്ടോ. ഞാൻ പറയട്ടെ മിസ്സേ? റീന പറഞ്ഞോളൂ. ഡിഫറൻസ് ഇൻ ഫിസിക്കൽ ട്രെയിനിങ്. മിസ്, ചില കുട്ടികൾക്ക് ഹൈറ്റ് കൂടുതലായിരിക്കും, വെയിറ്റ് കൂടുതലായിരിക്കും, ചിലരുടെ കളർ വ്യത്യാസം, ഡൾ കളർ ആയിരിക്കും, അല്ലെ ഫെയർ ആയിരിക്കും, ചിലരുടെ കണ്ണിന്റെ കളർ വ്യത്യാസം ഉണ്ടായിരിക്കും, ഹെയർ ആണെങ്കിൽ കേളി ഹെയർ, സ്ട്രെയിറ്റ് ഹെയർ അങ്ങനെ ഉണ്ടായിരിക്കും, മൗത്ത് ചിലരുടെ വ്യത്യാസം കാണും, നോസിന് വ്യത്യാസം കാണും, ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ വ്യത്യാസം ഉണ്ടാവും, ചിലരുടെ നടത്തത്തിൽ തന്നെ വ്യത്യാസം കാണും, ചിലർ വളരെ സ്ലോ ആയിട്ടായിരിക്കും, ചിലര് നടക്കുമ്പോ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി നടക്കും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ സ്റ്റൈലുണ്ട്. ഹെയർ സ്റ്റൈലായാലും വ്യത്യാസം ഉണ്ടാവും. നെക്സ്റ്റ്, മെന്റൽ ഡിഫറൻസ് അറിയാൻ പറ്റുമോ? ഹലോ മാം. കുഞ്ഞിമായ കുട്ടികൾക്ക് പലർക്കും പല രീതിയിലുള്ള കഴിവുകളായിരിക്കും ഉള്ളത്. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, ചിലർക്ക് വളരെ കുറച്ച് സാവധാനത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അവരുടെ തിങ്കിങ് പവറും ഇമാജിനേഷനും ക്രിയേറ്റീവ് എക്സ്പ്രഷനും ഒക്കെ കോൺസെൻട്രേഷനൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അത് നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. നമ്മൾ ഏതൊക്കെ ലെവലിലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതനുസരിച്ച് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് മെൻ്റൽ ഡിഫറൻസ് വിത്ത് പറഞ്ഞിരിക്കാം. ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, പറയാം. ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. നെക്സ്റ്റ്, ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി. ആരാ പറയാ? ഡിഫറൻസ് ഇൻ മോട്ടോർ എബിലിറ്റി
പ്രതികരിക്കാനുള്ള സമയം എടുക്കും. ചില കുട്ടികൾക്ക് പെട്ടെന്ന് പ്രതികരണ ശേഷി ഉണ്ടാവും. ചിലവർക്ക് അപ്പൊ ടൈം എടുത്തിട്ടാണ് പ്രതികരിക്കുക. എന്ത് കാണുകയാണെങ്കിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ സ്ഥിരത കുറവുണ്ടായിരിക്കും. സ്ഥിരത ചെയ്യുന്നതിൽ കുറവുണ്ടാവും. പിന്നെ പേശികളിലെ ചലനനിരക്ക് വ്യത്യാസം ഉണ്ടാവും. പിന്നെ ക്ഷീണത്തോടുള്ള പ്രതികരണം ചില കുട്ടികൾ കാണിക്കുക. എപ്പോഴും ടയർഡായിട്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ചലനശേഷിയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. ഇനി ഡിഫറൻസ് ഇൻ ഇൻട്രസ്റ്റ് ആൻഡ് ആക്ട്. പീപ്പിൾ അവരുടെ അഭിരുചിയിലും ഇൻട്രസ്റ്റ് ഒക്കെ ഡിഫറൻസ് ആയിരിക്കും. മനുഷ്യരുടെ സം ഷോ ഇൻട്രസ്റ്റ് ഇൻ മീറ്റിംഗ്. ചിലർ മീറ്റിംഗിൽ കൂടാനും അതേമാതിരി ഫംഗ്ഷൻസിൽ കൂടാനും ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൊക്കെ ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ ചിലവർക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതും അതേമാതിരി സോഷ്യൽ മീറ്റിംഗ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യുന്നതും ഒക്കെ ആയിരിക്കും ഇഷ്ടം. പലരും പല ടൈപ്പാണ്. ചിലർക്ക് മെക്കാനിക്കൽ കൂടുതലായിട്ടുള്ളത് ഉണ്ടാവും, മ്യൂസിക്കൽ, സ്കോളാസ്റ്റിക്, ആർട്ടിസ്റ്റിക്, അങ്ങനെ പലർക്കും പല ഇതിലായിരിക്കും ഇൻട്രസ്റ്റും ടേസ്റ്റും ഉണ്ടാവാം. ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്. പറഞ്ഞോളൂ, ആരെങ്കിലും പറയൂ. പറയാത്തവര് കേട്ടോ, എല്ലാവർക്കും അവസരം കൊടുക്കണ്ടേ നമ്മള്. പറയാത്തവര് ഞാൻ പറയാം മിസ്സേ. ഡിഫറൻസ് ഇൻ ആറ്റിറ്റ്യൂഡ്, മനോഭാവത്തിലുള്ള വ്യത്യാസം. ആളുകളുടെ വിശ്വാസങ്ങളില്, ആശയങ്ങള്, വ്യക്തിഗതമായ വ്യത്യാസങ്ങൾ കാണാൻ കഴിയും. വ്യത്യസ്ത ആളുകൾ ഉണ്ടാവും. ആളുകളോടും ഗ്രൂപ്പുകളോടും വസ്തുക്കളോടും രാഷ്ട്രീയ അല്ലെങ്കിൽ മതപരമായ ആളുകളോടും അവർക്ക് വ്യത്യസ്തമായ മനോഭാവം ഉണ്ടാവും, വ്യത്യസ്തമായ ഇതുണ്ടാവുന്ന. അങ്ങനെ തന്നെയാണോ? അതെ അതെ. ഓക്കെ, താങ്ക് യു മിസ്. നെക്സ്റ്റ്, ഇമോഷണൽ ഡിഫറൻസ്. ഞാൻ പറയട്ടെ മാം. അറീന. ഇമോഷണൽ ഡിഫറൻസസ്. നമ്മുടെ ഓരോ വ്യക്തിക്ക് ഇമോഷണല് അവര് വ്യത്യസ്തരായിരിക്കും. ചിലര് സ്നേഹം നല്ല രീതിയിൽ സ്നേഹം പ്രകടിപ്പിക്കും, വാത്സല്യം, വിനോദം, അതുപോലെ അതൊക്കെ കൂടുതൽ അവർ പ്രകടിപ്പിക്കും ചിലര്. മറ്റുള്ളവരാണെങ്കിൽ നെഗറ്റീവായിട്ടായിരിക്കും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത്. അങ്ങനെയാണോ മാം? ചിലത് എനിക്കറിയത്തില്ല മാം, അത്രേ അറിയത്തുള്ളൂ. തമാശ പറയാൻ ഇഷ്ടമായിരിക്കും അല്ലെ. ചിലര് സ്നേഹം തന്നെ പ്രകടിപ്പിക്കുന്നത് വ്യത്യാസം ഉണ്ടാവും ഇല്ലേ. ചിലവരെന്താ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അറിയാത്തവരുണ്ടാവാം ഇല്ലേ. നമ്മുടെയൊക്കെ ഹസ്ബൻഡ്സ് എങ്ങനെയാണ് അല്ലെ. ചില ആണുങ്ങൾ അങ്ങനെയല്ലേ. ചിലപ്പോ ചിരിക്കില്ല, പക്ഷെ അവർക്ക് സ്നേഹം ഉണ്ടാവും ഇല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഇപ്പൊ സ്നേഹം കൂടുമ്പോ ചിലവര് ഇറുക്കും. അങ്ങനെ കുഞ്ഞുങ്ങളായാലും ചിലവര് സ്നേഹം പ്രകടിപ്പിക്കുന്നതായാലും ചിലപ്പോ നമ്മളെ കയ്യിലൊക്കെ കടിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ ഇങ്ങനെ ഇറുക്കും പിടിച്ച് ഇല്ലേ. അപ്പൊ അങ്ങനെയുള്ള പലർക്കും പല രീതിയിലാണ് കേട്ടോ. അങ്ങനെ ഒരു കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോ അങ്ങനെയല്ലേ, അങ്ങനെ വരാറില്ല, സംഭവിക്കാറുണ്ട്. അപ്പൊ ഇമോഷണൽ വരുന്നത് പലർക്കും പല ഡിഫറൻസിലാണെന്നാണ് ഇവിടെ പറയുന്നത്. പിന്നെ ദിവ്യ എന്താ ചെയ്യാ? സ്നേഹം ഒരുപാട് കുടുംബം ചേട്ടന്റെ കവളില് പിടിച്ചിപ്പിച്ചു. ഇതൊക്കെ നല്ല കാര്യങ്ങളാണല്ലോ. ഇങ്ങനെ പിടിച്ച് ഹഗ് ചെയ്യാ അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. പിന്നെ മെന്റൽ ഡിഫറൻസ് പറഞ്ഞത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ അവിടെ ഐക്യു ഡിഫറൻസിന്റെ കാര്യം പറയുന്നുണ്ട് അല്ലെ. കുഞ്ഞുങ്ങളിൽ ഐക്യു ഡിഫറൻസ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും? ഒരുപോലെ ആയിരിക്കില്ല അല്ലെ. ഐക്യുവിന്റെ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം കേട്ടോ, ഞാൻ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഐക്യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾ ഫോം വരുന്നത് ഇന്റലിജന്റ് കോഷ്യന്റ് എന്നാണ്. ഓക്കെ, ഇന്റലിജന്റ് കോഷ്യന്റ്, INTELLIGENT, ഇന്റലിജന്റ് കോഷ്യന്റ്, QUOTIENT, ഇന്റലിജന്റ് കോഷ്യന്റ് is a score derived from a set of standardized sets
ഡിസൈൻഡ് ടു ആസസ് ഹ്യൂമൻ ഇന്റലിജൻസ്. എന്താണ്? ഒരു മനുഷ്യന്റെ ബുദ്ധിശക്തി വിലയിരുത്തുന്നതിനായിട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു കൂട്ടം സ്റ്റാൻഡേർഡ് സ്കോർസുകളിൽ നിന്ന് ലഭിക്കുന്ന സ്കോർസ് ആണ് എന്ത്? ഇന്റലിജന്റ്. ഒരു വ്യക്തിയുടെ ആ ഇന്റലിജൻസ് എത്രയുണ്ടെന്ന് അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഇന്റലിജന്റ് കോഷ്യന്റ് എന്ന് പറയുന്നത്. ഇന്റലിജന്റ് കോഷ്യന്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്, പ്രപ്പോസ്ഡ് ബൈ വില്യം സ്റ്റേൺ. വില്യം സ്റ്റേൺ, അതിന്റെ സ്പെല്ലിംഗ് പറയാം, WILLIAM. അറിഞ്ഞിരുന്നാ മതി കേട്ടോ. വില്യം സ്റ്റേൺ, STERN. ഓക്കെ. അതുപോലെ തന്നെ ഇന്റലിജന്റ് ടെസ്റ്റ്, കുട്ടികളിൽ എത്രത്തോളം ഇന്റലിജൻസ് ഉണ്ടെന്ന് ആ ടെസ്റ്റ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളുടെ പേരാണ് ആൽഫ്രഡ് ബിനറ്റ്. കേട്ടിട്ടുണ്ടോ? ആൽഫ്രഡ് ബിനറ്റ്, ALFRED, ആൽഫ്രഡ് ബിനറ്റ്, BINET, ബിനറ്റ്. അതുപോലെ തന്നെ ഞാൻ പറയാം, എന്താ ഇന്റലിജന്റ് IQ 130 തൊട്ടായ റേഞ്ച് ആണ്. അറിഞ്ഞിരുന്നാൽ മതി നിങ്ങൾ, നമ്മൾക്ക് പഠിക്കാനൊന്നുമില്ല, പറയുന്നതാണ് കേട്ടോ. 130 തൊട്ട് 144 വരെ ഗിഫ്റ്റഡ് ചൈൽഡ് ആയിരിക്കും. അതുപോലെ തന്നെ 120 തൊട്ട് 129 വരെ സുപ്പീരിയർ ആയിരിക്കും. 110 മുതൽ 119 വരെ ഹൈ ആവറേജ് സ്റ്റുഡൻസ് ആയിരിക്കും. 90 മുതൽ 109 വരെ ആവറേജ് സ്റ്റുഡൻസ്. അതുപോലെ 80 മുതൽ 89 വരെ ലോ ആവറേജ്. അതുപോലെ തന്നെ 70 മുതൽ 79 വരെ ബ്രോഡർ ലൈൻ ഇമ്പയർ അല്ലെങ്കിൽ ഡിലൈഡ്. അങ്ങനെയുള്ള കാറ്റഗറീസ് ആണ് കേട്ടോ ഇന്റലിജൻസ് വരുന്നത്. ഓരോ കുട്ടിയിലും വ്യത്യസ്തമായിരിക്കുമല്ലോ. അതാണ് ജസ്റ്റ് പറഞ്ഞുള്ളൂ. മാം, അതിനകത്തിൽ ഈ IQ ഡിഫറൻസസ് ദേ ആർ നോർമലി ക്ലാസിഫൈഡ് ആസ് ഇഡിയറ്റ്, അത് കഴിഞ്ഞൊക്കെ ഉള്ളതിന്റെ മീനിങ് എന്ന് പറയാമോ മാം? ഇംബേഴ്സിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിഷ്കളങ്കൻ. മോറോൺ എന്ന് പറഞ്ഞാൽ മൂടൻ. ഇങ്ങനെ ഓരോ കുഞ്ഞുങ്ങളെയും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഓരോ റേഞ്ചിലും ക്ലാസിഫൈ ചെയ്തിരിക്കുന്നതാണ് കൊടുത്തിരിക്കുന്നത്. ഇഡിയറ്റ്, ഇംബേഴ്സിൽ, മോറോൺ, മൂടൻ, എന്താണ് ബ്രോഡർ ലൈൻ, പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത് വെരി സുപ്പീരിയർ ചേഞ്ചസ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞതാണ്. ഡിഗ്രി ഇന്റലിജന്റ് ക്വസ്റ്റ്യൻ എന്താണ്, അതിന്റെ പ്രപ്പോസ്ഡ് ചെയ്തത് ആരാണ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എളുപ്പമല്ല ചാപ്റ്റർ. ഡിഫറൻസ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇൻഡിവിജ്വൽ രീതിയിൽ ഉള്ള ഡിഫറൻസുകൾ അല്ലെ, കളറില്, അതുപോലെ തന്നെ ആയിട്ടുള്ളത്, മോർഫോളജിയിലും ഇൻട്രസ്റ്റ് ആപ്റ്റിറ്റ്യൂഡില്, അഭിരുചി, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ്, പിന്നെ എന്താ പറയുന്നത് ഇമോഷണൽ ഡിഫറൻസ്, ഇമോഷൻസ് ഒക്കെ വ്യത്യസ്തമായിരിക്കും ഓരോരുത്തരും പ്രകടിപ്പിക്കുന്നത്. ഇതിന്റെ കാര്യങ്ങളാണ് നമ്മൾ ചാപ്റ്ററിലുള്ളത്. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ? വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ? കുറച്ച് വ്യത്യാസം ഉണ്ട് അല്ലെ? നമുക്ക് വായിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, സൈൻ ഔട്ട് പറയുന്നത് ആരാ? എന്തെങ്കിലും പറയൂ, സൈൻ ഔട്ട്. മാം, ഒരു ഡൗട്ട് ചോദിച്ചിട്ടാണ്. മാം, ഈ BEd പഠിക്കുന്നതും സെയിം സംഭവമാണോ മാം, അതോ ഇതിന്റെ അഡ്വാൻസ്ഡ് ആണോ, എങ്ങനെയാണ് മാം? BEd സ്റ്റുഡൻസ് പഠിക്കില്ലേ മാം? അവര് അഡ്വാൻസ് ആയിരിക്കുള്ളൂ. അഡ്വാൻസ് ആണ്. നമ്മൾ അതിന്റെ ബേസിക് ആണ്. BEdലും ഈ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ പഠിക്കാനുണ്ട് സൈക്കോളജിയിൽ. ഓക്കെ. BEd എടുക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. ഓക്കെ, സൈൻ ഔട്ട് ആരാ? ഞാൻ പേര് കൊടുക്കാറില്ല. മിക്കപ്പോഴും ഞാൻ കയറി പറയാറുണ്ട് ആരെങ്കിലും ഇല്ലെങ്കിൽ. അതുകൊണ്ട് പ്രത്യേകിച്ച് പേര് കൊടുക്കാറില്ല പറയാനായിട്ട്. അപ്പൊ ഇന്ന് ക്ലാസ് എടുത്ത മൈഡ്രോസ് മിസ്സിനും നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും നന്ദി അറിയിക്കുന്നു. ഇംഗ്ലീഷ് പറയണമെന്നുണ്ട്, അറിയില്ല മിസ്, അതാണ്. പഠിച്ചു വരാലോ, ഒരു വർഷം ഉണ്ടല്ലോ നമുക്ക്. അശ്വതി മിസ്സില്ലേ ക്ലാസ്സില്? പറയാം അശ്വതി മിസ്സിനോട്.
സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? ഇംഗ്ലീഷിൽ എല്ലാവരും പറഞ്ഞു തുടങ്ങിക്കൊള്ളട്ടോ. ട്രൈ ചെയ്യണമെന്നുണ്ട്, സമയം കിട്ടുന്നില്ല അങ്ങനെ പറയാനായിട്ടൊക്കെ. നമ്മൾ നമുക്ക് അശ്വതി പറയാനാണെങ്കിൽ മിസ് ഓൾറെഡി തെറ്റായിരിക്കും. അശ്വതി മിസ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷിൽ പറയണം. പക്ഷെ പറയുന്നുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട്, ഇല്ലാന്നല്ല, ട്രൈ ചെയ്യുന്നുണ്ട്. ഗ്രാമറൊക്കെ തെറ്റിപ്പോവാന്ന് പേടിയാ. പിന്നെ ഇതുപോലെ ചാടിക്കേറി പറയുമ്പോ മൊത്തം തെറ്റും. പേടി വരും. ആ അതാണ് മലയാളത്തിൽ പറയണത്. ശരി മിസ്, താങ്ക് യു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു മാം. താങ്ക് യു മാം.